മൂവീസ് ചെയ്തിട്ടുണ്ട്. കുമ്പളങ്ങി നൈറ്റ്സ്, തങ്കം, അതുപോലുള്ള ഒരുപാട് മൂവീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരുപാട് ഇൻവെസ്റ്റിഗേഷൻ ആയാലും അങ്ങനെ ഒരുപാട് നല്ല നല്ല സിനിമകളിൽ നല്ല കഥാപാത്രങ്ങൾ ചെയ്യുന്ന ദിലീഷ് ചേട്ടൻ ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ എങ്ങനെയാണ് ഈ ഒരു പ്രേമലു എന്നൊരു മൂവി കമ്മിറ്റ് ചെയ്യാനുള്ള കാരണം എന്താണ്? ഇപ്പം എല്ലാം ഇൻവെസ്റ്റിഗേറ്റീവ് പടങ്ങളും അങ്ങനെ ചിരിപ്പിക്കുന്ന പടങ്ങൾ, ഇതുപോലുള്ള പടങ്ങൾ വരണം എന്നുള്ളത് കൊണ്ടാണോ? അത് എന്താണ് ഇതിലേക്ക് എത്താനുള്ള റീസൺ? ഹലോ, അല്ല, ഈ സിനിമ എന്തുകൊണ്ട് ഭാവന സ്റ്റുഡിയോസ് പ്രൊഡ്യൂസ് ചെയ്തതെന്ന് ചോദിച്ചാൽ അതിന് ഒരേ ഒരു ഉത്തരവേ ഉള്ളൂ, ഗിരീഷ് ഷേഡി. ഗിരീഷ് ഷേഡി എന്ന പറയുന്ന ഫിലിം മേക്കർ വളരെ മികച്ച 2 സിനിമകൾ ചെയ്തിട്ടുള്ള ആളാണ്. ആ 2 സിനിമകളും തിയേറ്ററിൽ മികച്ച വിജയങ്ങൾ നേടിയ സിനിമകളായിരുന്നു. അത് അതിൻ്റെ പ്രത്യേകത കൊണ്ടും പുതുമ കൊണ്ടും ഐഡൻറ്റിറ്റി കൊണ്ടൊക്കെ വളരെ മലയാളത്തിൽ ശ്രദ്ധിക്കപ്പെട്ട സിനിമകൾ തന്നെയാണ് ഗിരീഷിൻ്റെ 2 സിനിമകളും. അപ്പോൾ അത്രയും പ്രൂവ് ചെയ്തിട്ടുള്ളൊരു ഡയറക്ടർ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ഒരു ഇതുണ്ടായിരുന്നുള്ളൂ. അത് ഗിരീഷ് എനിക്ക് തോന്നുന്നു തണ്ണീർമത്തൻ കഴിഞ്ഞൊരു സമയം മുതൽ തന്നെ നമ്മളൊരു സിനിമയ്ക്ക് വേണ്ടി ഗിരീഷുമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അത് സംഭവിച്ചപ്പോഴാന്നേ ഉള്ളൂ. അപ്പം ഗിരീഷിനോട് സംസാരിച്ച് ഗിരീഷ് നമുക്കൊരു പടം ചെയ്യുന്നതിനെക്കുറിച്ച് ഇങ്ങനെ സാധ്യതകളെക്കുറിച്ച് ചർച്ച ചെയ്തു. ഗിരീഷുമായിട്ട് അങ്ങനെ ഇരുന്നു. അപ്പോൾ ഗിരീഷ് കയ്യിലുള്ള 1-2 ഐഡിയകളെക്കുറിച്ച് സംസാരിച്ചു. അപ്പം നമ്മൾ കൂടുതലും ഗിരീഷിന് ഏത് കോൺഫിഡൻസ് ഏതിലേക്കാണ്, ഗിരീഷിനെ ട്രസ്റ്റ് ചെയ്യാനാണ് നമ്മൾ ഈ പ്രൊജക്റ്റിലുടനീളം ശ്രമിച്ചിട്ടുള്ളൂ. ഗിരീഷിനോട് നമ്മൾ ഇത് ചെയ്യണം അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ഗിരീഷിന് കൂടുതൽ ഇഷ്ടപ്പെട്ട കഥ ഏതാണ് അത് ഗിരീഷ് പറയുന്നു. അപ്പോൾ നമ്മുടെ അഭിപ്രായങ്ങൾ നമ്മൾ ചിലപ്പം ആദ്യഘട്ടത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും, അത്രേ ഉള്ളൂ. ബാക്കി ഗിരീഷിന് കംഫർട്ടായിട്ട് ഷൂട്ട് കൊണ്ടുപോകുക, ഗിരീഷിന് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് മാത്രമാണ് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ എനിക്ക് 100% വിശ്വാസമുണ്ട്.